വെൽക്കം ടു സ്രൂ സേവറി. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ നമുക്കുണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അടദോശ, അടതട്ടി എന്നൊക്കെ പറയും. അപ്പോൾ ഇത് നമ്മൾ അരച്ച് പുളിപ്പിക്കാനൊന്നും വയ്ക്കേണ്ട, നമുക്ക് അരച്ചെടുക്കുമ്പോഴേ നമുക്കിത് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. നോർമൽ ദോശയിൽ നിന്ന് മാറി ഒരു വെറൈറ്റി ഫുഡ്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചരി തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തത് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്ത് എടുത്തിരിക്കുന്നതാണിത്. അപ്പോൾ ഇത് ഞാൻ 240 ml ഈ ഒരു കപ്പിൽ 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് അരയ്ക്കാൻ വേണ്ടി മിക്സ് ഉണ്ടാക്കാനായിട്ട് എല്ലാം തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക ചെയ്യുക. അപ്പോൾ ഇത് കടലപ്പരിപ്പ് സെയിം കപ്പിൽ തന്നെ 3/4 കപ്പോളം കടലപ്പരിപ്പും കുതിർത്ത് വെച്ചിരുന്നതാണ്, ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് വേണ്ടത് ഉഴുന്നും സെയിം കപ്പിൽ തന്നെ 1/4 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് തലേ ദിവസം വെള്ളത്തിലിടണം എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇനിയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ അങ്ങനെ, നിങ്ങൾക്ക് ഡിന്നറിനാണെങ്കിൽ രാവിലെ ഇത് വെള്ളത്തിലിട്ട് വെച്ചാൽ മതിയാവും. അപ്പം അരി ഞാനൊരു ജാറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അരി നമുക്ക് നന്നായിട്ട് അരയ്ക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് അരയ്ക്കാനായിട്ട് ഇതിൻ്റെ കൂടെ 1-2 കാര്യങ്ങൾ ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളകും. അപ്പോൾ ഒരുപാട് എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി. ഇതിനിപ്പോൾ അധികം എരിവില്ലാത്തതുകൊണ്ട് ഞാൻ 2 പച്ചമുളക് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരി ഞാൻ അരച്ച് മാറ്റിയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. ഇനി അതിലേക്ക് സെയിം ജാറിലേക്ക് തന്നെ ഞാൻ കടലപ്പരിപ്പും ഉഴുന്നും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് ഞാനൊരു വലിയ സവാളയുടെ പകുതി കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് അരഞ്ഞ് കിട്ടാനായിട്ടാണ് ഞാനിത് സവാള കട്ട് ചെയ്ത് ഇടുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. അതുപോലെ തന്നെ ഇതിലേക്ക് 2 പൊടികളും ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ മുളക് പൊടി, ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉള്ളത് കായപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഉപ്പൊക്കെ നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതിയാവും. ഇനി ഇതിൽ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട്, ഒരുപാട് വെള്ളം ചേർക്കണ്ട, ഒരല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുറുക്കി അരച്ചെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ അരച്ചെടുക്കുക. അത് തരിതരിപ്പായിട്ട് അരച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി ഇത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക്, അതായത് അരിമാവിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ പാത്രത്തിൽ മാവെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, അരി അരച്ചത്. അതിലേക്ക് നമുക്കിപ്പോൾ അരച്ചിരിക്കുന്ന പരിപ്പും കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് ചേർക്കാനായിട്ട് ഉപ്പ്, ഞാനിപ്പം ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പം ഉപ്പ് ഇനി ആവശ്യമുണ്ടെങ്കിൽ അപ്പം ആഡ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തിടുക, ചെറുതായിട്ടൊന്ന് മുറിച്ച് ഇടുക ഇതിലേക്ക്. ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഉണ്ടെങ്കിൽ അത് വളരെ നല്ലത്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് ഒരുപാട് തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ അത്രയും ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതായത് ഒരു 1/4 കപ്പോളം അത്രയേ ഉള്ളൂ. അപ്പം തേങ്ങാക്കൊത്തിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് നമുക്ക് നന്നായിട്ട്, നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ അടദോശ കഴിക്കുമ്പോൾ. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാനൊരല്പം വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി വെളിച്ചെണ്ണ ഇല്ലാണ്ടും ചെയ്യാം. ഞാൻ വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇല്ലാണ്ടാണെങ്കിൽ നമുക്ക് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കൊക്കെ വെളിച്ചെണ്ണ ഇല്ലാണ്ടും ചെയ്യാം. അതുപോലെ തന്നെ അത് നന്നായിട്ട് നമുക്കൊന്ന് പരത്തി എടുക്കാം. നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക. ഇവിടെ ഞാൻ പക്ഷേ ഉണ്ടാക്കുന്ന നമ്മുടെ തട്ടുദോശ, എനിക്ക് ഇഷ്ടം ഇത് തട്ടുദോശയൊക്കെ നമ്മൾ ഉണ്ടാക്കില്ലേ, അതുപോലെ ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ ഇവിടെ ഹസ്ബൻഡിനൊക്കെ ഇഷ്ടം നന്നായിട്ട് ഇതുപോലെ തിന്നാക്കി എടുക്കുമ്പോഴാണ്. പത്തലായിട്ടുള്ളത് നല്ല ടേസ്റ്റ് എന്ന് അവരെപ്പോഴും പറയും.
വീട്ടിലെല്ലാവർക്കും അങ്ങനെയാണ് ഇഷ്ടം, ഹസ്ബൻഡിൻ്റെ വീട്ടിലും ഹസ്ബൻഡും ഒക്കെ. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പം, അടിവശം നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് മറിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മൊരിയട്ടെ. മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് ഓയിൽ ഒഴിക്കണം എന്നുള്ളവർക്ക് ഇപ്പോൾ വേണേലും ഇതിന് പുറത്തോടെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം പാനിൽ തേച്ചിട്ടുള്ളത് കൊണ്ട് കൊടുത്തിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ അതാ നമ്മുടെ അടദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ അതാ നമ്മുടെ അടദോശ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതുപോലെ ഡിന്നറായിട്ട് നിങ്ങൾക്കിത് കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇത് തനിച്ച് വേണേലും കഴിക്കാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് മുളക് ചമ്മന്തിയുടെ കൂടെയോ അല്ലെങ്കിൽ മാങ്ങാച്ചാറിൻ്റെ കൂടെയോ, കടുക് മാങ്ങ അച്ചാറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം നമ്മൾ ആ തേങ്ങാക്കൊത്തൊക്കെ കടിക്കുന്നതിൻ്റെയൊക്കെ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ഉണ്ടാക്കി നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നേ, പുളിപ്പിച്ചാൽ ഒന്നും വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇത് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. പിന്നെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ഒരു അടിപൊളി ഡിഷുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.